ഹായ്, ഷെയ്സ്ലെസ് ആണ്. ഞാനിന്ന് രാവിലെ പോയിട്ട് റായം മൂവി കണ്ടു. എന്നിട്ട് എന്താ രാവിലെ തന്നെ റിവ്യൂ തരാനെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയും നേരം ഉറങ്ങുമായിരുന്നു. ഈ ട്രാവലത്ത് ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റിപ്പാവൽ എപ്പോഴെങ്കിലും ഉറങ്ങി തീർക്കണം. അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ മാത്രമല്ല, അങ്ങനെ റിവ്യൂ ചെയ്യാൻ മാത്രം എന്തെങ്കിലും അത്യാവശ്യകതയുള്ളതായിട്ട് ആ മൂവിയിൽ എനിക്കൊന്നും തോന്നിയില്ല. ഹിതാദിസിൻ്റെ 50ാമത്തെ പടമാണിത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡയറക്ടോറിയൽ ഫിലിമും. അപ്പോൾ ഞാനിത് ഭയങ്കര ആവേശത്തോടെ കാണാൻ പോയതാണ്. കാരണം ഞാനൊരു ചെറിയ ധനുഷ് ഫാനാണ്. അതുകൊണ്ട് ഞാൻ വളരെ ആവേശത്തോടുകൂടി കാണാൻ പോയൊരു മൂവിയാണ്. പക്ഷേ എൻ്റെ ഈ ആവേശം കുറച്ചു അണഞ്ഞു പോയി എന്ന് വേണം പറയാൻ മൂവി കണ്ടപ്പം. ഈ മൂവി ഒരു കാര്യം പറയാം, കുട്ടികളുമായിട്ടൊക്കെ കാണാൻ പാടുക. കാരണം അത്രയും വയലൻസ് ഇതിലുണ്ട്. അതുകൊണ്ട് കുട്ടി ഫാമിലിയിൽ ഒന്ന് ഇരുന്ന് കാണാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇഷ്ടപ്പെടും. ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എഴച്ചിലൊക്കെ ഉണ്ട്, പക്ഷെ നല്ലതാണ്. ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്. അതിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ വരുമ്പോൾ കിട്ടില്ല സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫ് വേണമെന്നുണ്ടെങ്കിൽ നല്ലതെന്ന് തന്നെ പറയാം, സൂപ്പറാണ് എന്ന് തന്നെ വേണം പറയാം. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എൻ്റെ പൊന്നടാവേ ക്ലീഷേ മൂവി. സാധാരണയായൊരു ഫിലിം സെക്കൻഡ് ഹാഫ് ഭയങ്കര ഡ്രാഗിങ്, നമുക്ക് ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങനത്തെ ഒരു മൂവി. ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ധനുഷിൻ്റെ ആക്ടിങ്, പിന്നെ ARRൻ്റെ മ്യൂസിക്, അതൊന്നും പറയണ്ട, അത് വേറെ ലെവലാണ്. പിന്നെ ഡയറക്ഷൻ എല്ലാം നല്ലതാണ്. ടെക്നിക്കൽ സൈഡ് എല്ലാം ഓക്കെയാണ്. ഇതിനകത്ത് ഓക്കെ അല്ലാതെ വരുന്നത് പ്രത്യേകിച്ച് സ്ക്രീൻ പ്ലേ ആണ്. സഹിക്കാൻ പറ്റത്തില്ല അളിയാ, ഒരു തരത്തിൽ സഹിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടഭിപ്രായമുണ്ട്. എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ കാളിദാസ് ജയറാമിൻ്റെ അഭിനയം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് പല ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിന് വേണ്ടതായ രീതിയിൽ കാളിദാസ് ജയറാം തന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നേരെ വിപരീതമായ അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ആൾ സെൽവരാഘവനാണ്. അദ്ദേഹം നല്ല രീതിയിൽ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട്, നമ്മുടെ ആ സെൽവരാഘവൻ എന്ന് പറയുന്ന ആളെ മറന്നിട്ട് ആ ക്യാരക്ടറിനെ മാത്രം ഓർത്തിരിക്കത്തക്ക രീതിയിൽ അദ്ദേഹം ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അനിയത്തിയായിട്ട് വരുന്ന ആ കുട്ടി, അവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപർണയ്ക്ക് ഇതിനകത്ത് കുറേയധികം സീനുകളൊന്നുമില്ല, ഉള്ളതിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് തങ്കത്തി പാസം, അത് പാസം, ഇത് പാസം എല്ലാം കുറ്റി നിറച്ച് സാധാ ഒരു തമിഴ് മൂവി തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ വളരെ മനോഹരമായിരുന്നു. പിന്നെ ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫി വളരെ മനോഹരമായിരുന്നു. അത് എടുത്തു പറയത്തക്ക കാര്യമാണ്. കളർ പാലറ്റും അതുപോലെ മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്നതും എല്ലാം നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പോസിറ്റീവിൻ്റെ കൂട്ടത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണിതൊക്കെ. പിന്നെ റഹ്മാൻ, ഞാനത് ഓൾറെഡി പറഞ്ഞു വെച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു കുറേ നാൾ കൂടിയിരുന്ന് നമുക്ക് നല്ലൊരു മ്യൂസിക്കൽ ട്രീറ്റ്മെൻ്റാണ് ഈ പടം എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെ. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ കൂടെ ചേർക്കാൻ ഇതിൻ്റെ സിനിമ മൊത്തത്തിൽ അങ്ങോട്ട് എത്തുന്നില്ല. ഇത്രയും നല്ല കാര്യങ്ങൾക്കൊപ്പം ചേർക്കാൻ ഈ സിനിമ മൊത്തത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പരാജയം. മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ധനുഷ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പോയി കാണാൻ പറ്റുന്ന ഒരു മൂവി, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി.